ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും പറയുന്ന പോലെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? അധികം വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ? ഹൃദയപൂർവ്വം നോവൽ തുടർച്ച, അധ്യായം 12. കാറിൽ മടങ്ങുമ്പോൾ റോജ ചോദിച്ചു, നന്ദേട്ടൻ വെറുതെ പറഞ്ഞതാണെങ്കിലും നമുക്ക് തൃപ്പൂണിത്തുറയിൽ പോയി മനുവേട്ടൻ്റെ ചിറ്റപ്പനെ ഒന്ന് കണ്ടാലോ? ഇന്ന് വേണമെന്നില്ല, മറ്റൊരു ദിവസം. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. മനുവേട്ടനുമായി രൂപസാമ്യമുള്ള ഒരാളെ കണ്ടതിൻ്റെ പേരിൽ പറഞ്ഞതല്ല. ഈ ലോകത്തിൽ കണ്ടുകിട്ടാൻ പ്രയാസമുള്ള തരം നന്മയും കരുണയുമുള്ള ആളുകളായിരുന്നു അവർ. ആ കൊച്ചച്ഛൻ പോലും ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഒപ്പം മനുവേട്ടൻ്റെ അച്ഛൻ പെങ്ങളും ഉണ്ടായിരുന്നു. മാലയ്ക്ക് ചികിത്സയ്ക്കായി സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു. അവൾക്ക് ഒരു ഷെയർ നൽകാനും തയ്യാറായി. ഞങ്ങളത് നിരസിച്ചെങ്കിലും ഇപ്പോഴും ആ നല്ല മനുഷ്യരോട് നിറഞ്ഞ നന്ദിയുണ്ട്. എത്രയോ ദുഷ്ടന്മാരെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ ദിവസേന കാണുന്നത്. ശരിയാ, ഡ്രൈവിങ്ങിനിടയിൽ നന്ദൻ തലയാട്ടി. അല്ലെങ്കിലും നമ്മുടെ ജീവിതം ഇങ്ങനെയാവാൻ കാരണമായത് മനുവേട്ടൻ്റെ ആ ദുരന്തമല്ലേ? എന്തെല്ലാം അനുഭവിച്ചു. എന്നാലും ആ മനസ്സുകളുടെ നന്മ മറക്കാനാവണില്ല. ജീവിതത്തിൽ കഴിച്ച ചില നല്ല ഭക്ഷണങ്ങളും സന്ദർശിച്ച ചില നല്ല സ്ഥലങ്ങളും നമ്മുടെ ഓർമ്മകളിൽ നിന്നും പോവാറില്ലല്ലോ. അതുപോലെ നമ്മെ വശീകരിച്ച ചില നല്ല മനുഷ്യരുമുണ്ട്. നമുക്കൊരു ദിവസം മനുവിൻ്റെ കൊച്ചച്ഛനെ ചെന്ന് കാണാം റോജ. അന്ന് ആലപ്പുഴയിലെ ആശുപത്രിയിൽ നിന്നും പോന്ന ശേഷം മനുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നിട്ടേ ഇല്ല. ആ കുടുംബം മൊത്തമല്ലേ ഇല്ലാതായത്. പിന്നെ ആരെ കാണാനാണ് പോവേണ്ടത്? ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? പ്രത്യേകിച്ച് സ്വയം ആശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ശവസംസ്കാരത്തിന് കൂടി പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, ആത്മസ്നേഹത്തിനോടുള്ള അവസാന കടമയായിട്ട്. പക്ഷേ അമ്മ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ആലപ്പുഴയിലെ ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് നേരെ ഒറ്റപ്പാലത്തേക്ക് പോകേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോൾ മാലയുടെ അവസ്ഥയും മോശമായില്ലേ. പിന്നീട് ഞാൻ മനുവിനെക്കുറിച്ച് ഓർത്തിട്ടേ ഇല്ല. അപ്പോഴേക്കും കാർ റോജയുടെ വീടിൻ്റെ ഗേറ്റിലെത്തിയിരുന്നു. ഇറങ്ങണില്ലേ? ഡോർ തുറന്ന് ഇറങ്ങിയ ശേഷം അവൾ അവനോട് തിരക്കി. ഇല്ല, നിന്റെ കാശുവേട്ടൻ എങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അത് മോശമാണ്. എന്നെയും കൊണ്ട് നന്ദേട്ടൻ കാറിൽ ചുറ്റേണ്ടത് ആമി അറിഞ്ഞാലും മോശമല്ലേ? ഇല്ല, അവൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എങ്കിൽ കാശുവേട്ടനും സെയിമാണ്. എന്നാലും അത് വേണ്ട റോജ. നിൻ്റെ അമ്മയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വലിയ ആദർശമൊക്കെ പറയുമെങ്കിലും ഞാനൊരു തൊട്ടാവാടിയാണ്. അപ്പോൾ ഇനിയൊരിക്കലും നന്ദേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? വരില്ല എന്നല്ല, അതിനെനിക്ക് കുറച്ച് ധൈര്യം ആർജിക്കേണ്ടി വരും. സോ ഗുഡ് നൈറ്റ്. നന്ദൻ കൈവീശി. ആ വണ്ടി തിരിഞ്ഞ് കണ്ണിൽ നിന്നും മറഞ്ഞ ശേഷമാണ് റോജ ഗേറ്റിൽ നിന്നും അകത്തേക്ക് കിടന്നത്. വാതിൽ തുറന്ന ലേഖയെ അവൾ മൈൻഡ് ചെയ്തില്ല. ലേഖ പക്ഷേ നാണം കെട്ട് പുറകെ ചെന്നു. നീ എന്താ റോജ ഇത്രയും താമസിച്ചത്? അതിന് റോജ മറുപടിയും പറഞ്ഞില്ല. അവൾ സ്വന്തം മുറിയിൽ കടന്ന് വാതിലടച്ചതും ലേഖ പിറുപിറുത്തു. ഈ അഹങ്കാരത്തിന് വന്നതൊന്നുമല്ല ഇവൾക്കിനി വരാനിരിക്കുന്നത്. അകത്തുണ്ടായിരുന്ന സുഭാഷിണിയും ലേഖയുടെ ചോദ്യം ആവർത്തിച്ചു. നീ എന്താ കുട്ടി ഇത്രയും വൈകിയേ? ഞാനൊരു ഫ്രണ്ടിൻ്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി. മാലയെ കാണാനില്ലെന്ന് കംപ്ലൈൻറ്റ് നൽകി. നീ ഇത് എപ്പോഴേ ചെയ്യേണ്ടതായിരുന്നു പെണ്ണേ. സുഭാഷിണി കരയാൻ തുടങ്ങി. എങ്കിൽ എൻ്റെ കുട്ടി ഇപ്പോൾ തിരിച്ചെത്തുമായിരുന്നില്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം നിർബന്ധിച്ചു, കരഞ്ഞപേക്ഷിച്ചു. നീ കേട്ടോ? ഇപ്പോൾ നിൻ്റെ ചേച്ചി ജീവനോടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. നിനക്ക് വേണ്ടി അല്ലേടി അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതെങ്കിലും നിനക്ക് ഓർക്കാമായിരുന്നില്ല മോളെ. അവൾ നിശബ്ദം മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. ഇനി അവൾ തിരിച്ചു വരുമെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? എൻ്റെ കുട്ടിക്ക് വല്ല അപകടവും പിണഞ്ഞു എന്നാണ് പോലീസ് വന്ന് അറിയിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഉള്ളതെല്ലാം നിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് മരിക്കുമെന്ന് മാത്രം. അമ്മേ. റോജ ഒന്ന് ഏങ്ങി. പെൺകുട്ടികൾക്ക് അല്പം തൻ്റെ ഇടമുള്ളതാണ് ആൺതുണയില്ലാത്ത അവസ്ഥയിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് നിൻ്റെ തോന്നിയാസങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടുന്നത് പോലെയായി. ഇപ്പോൾ അമ്മയുടെ അഭിപ്രായം മാറിയോ? മാറി. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ചെയ്യുന്നത് മാത്രമായിരുന്നു നിൻ്റെ ശരി. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നീ വകവയ്ക്കില്ല. ബാങ്കിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് നീ സ്നേഹത്തിലായി. നിൻ്റെ കൂടപ്പിറപ്പിനെ പോലും നീ അത് അറിയിച്ചില്ല. ഒടുവിൽ നിനക്ക് അവനെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അത്രയും ഞാനും ക്ഷമിച്ചു. വെറുമൊരു സ്നേഹബന്ധം പോലെയല്ലല്ലോ വിവാഹം. അത് നീ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടെന്ന് വെച്ചു.
നീ പറഞ്ഞതെല്ലാം എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കേണ്ടി വന്നു. നിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി സത്യമെല്ലാം നേരിട്ട് അറിയായിരുന്നു. എനിക്ക് അതിനോടുള്ള തൻ്റെ ഇടയില്ലല്ലോ. അങ്ങനെ ഒരു ജന്മമായിപ്പോയി ഞാൻ. കാശുവിൻ്റെ അമ്മ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സത്യമൊന്നും ഞാൻ ഒരു കാലത്തും അറിയില്ലായിരുന്നു. റോജയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവരിന്നിവിടെ വന്നിരുന്നോ? വന്നിരുന്നു. സുഭാഷിണിയുടെ ശബ്ദമുറച്ചു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ വന്നപ്പോൾ അവരുടെ ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി സന്ധ്യ വരെ നിന്നു. ഒടുവിൽ എല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ട് തിരിച്ചുപോയി. എന്താ അവർ പറഞ്ഞത്? അവരുടെ പക്ഷത്ത് ഒരേ ഒരു തെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പൂനെയിൽ വെച്ച് കാശ്യപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്ന കാര്യം നമ്മളിൽ നിന്ന് ഒളിച്ചത്. പെൺകുട്ടികൾ അഹങ്കാരികളായാൽ ആർക്ക് സഹിക്കാൻ പറ്റും? ആണുങ്ങളുടെ അഹങ്കാരം ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഞാനും അവരുടെ പെണ്ണാണടി. സുഭാഷിണി ശബ്ദമായിരുന്നു. പെണ്ണിനൊരിക്കലും ആണിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. ഇത് എവിടെ എഴുതി വച്ചിരിക്കുന്നു? മനുസ്മൃതിയിലോ? ഞാനത്തരം ഒരു സ്മൃതിയും വായിച്ചിട്ടില്ല. പക്ഷേ 40-ലധികം വർഷം നമ്മുടെ ഈ നാട്ടിൽ പെണ്ണായി ജീവിച്ചു. പുരുഷനെ അനുസരിച്ചും ശുശ്രൂഷിച്ചും ആദരിച്ചുമാണ് ജീവിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇല്ലാതായതോടെ എല്ലാ ദുരിതങ്ങളുടെയും ഘോഷയാത്ര ആരംഭിച്ചു. അച്ഛനെപ്പോലെ ഒരു പുരുഷനെ അനുസരിക്കുന്നതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. പക്ഷെ സുകുമാരൻ നായരെ പോലെയുള്ളവർ ഈ നാട്ടിൽ വിരലിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളമ്മേ. അമ്മ പറഞ്ഞില്ലേ കാശപ്പെട്ടൻ ഒരു തെറ്റേ ചെയ്തുള്ളൂന്ന്. ആദ്യ വിവാഹം ഒളിച്ചു വെച്ചത് മാത്രമല്ല അയാളുടെ കുറ്റം. ആദർശം പ്രസംഗിച്ച് വിവാഹം കഴിച്ചിട്ട് അമ്മയെ ഉപയോഗിച്ച് എൻ്റെ കുടുംബസ്വത്ത് അപഹരിക്കാനുള്ള ശ്രമമാണ്. ഈ വീടും കുറച്ച് സ്ഥലവും വിറ്റ് അയാളുടെ പേരിൽ ഞാനൊരു വില്ല വാങ്ങിക്കൊടുത്താൽ കുറച്ച് നാൾ കൂടി എനിക്ക് അയാളോടൊപ്പം തങ്ങാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യ ഭാര്യയുടെ അനുഭവം തന്നെയായിരിക്കും എനിക്കും. ഞാനതിന് തയ്യാറില്ല. ഞാൻ പക്ഷെ തയ്യാറാ. ഇത് വിറ്റ് അവൻ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാം. നീയും അവനും ഒരുമിച്ച് സുഖമായി ജീവിക്കണത് എനിക്ക് കണ്ടാൽ മതി. ഒരുമിച്ച് ജീവിക്കും, പക്ഷെ സുഖമായിട്ടിരിക്കില്ല. കുടുംബത്തിൽ സുഖം ഉണ്ടാവണമെങ്കിൽ പെണ്ണുങ്ങൾ ഒതുങ്ങണം. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം. പുരുഷനെ അനുസരിക്കണം. പുരുഷന് വേണ്ടിയാ സ്ത്രീക്ക് ദൈവം ജന്മം തന്നിരിക്കുന്നത്. മനുഷ്യരിൽ മാത്രമല്ല, പക്ഷികളിലും മൃഗങ്ങളിലും എല്ലാം അങ്ങനെ തന്നെയാണ്. സ്ത്രീ തോൽക്കുന്നിടത്തെ ഐശ്വര്യം ഉണ്ടാവും. അമ്മയോട് എനിക്ക് സഹതാപമുണ്ട് കേട്ടോ. എനിക്ക് പക്ഷെ അത് വേണ്ട. കാശുവിൻ്റെ ഫ്ലാറ്റിലേക്ക് നീ തിരിച്ചു പോകണം. അവനോടൊപ്പം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം. ഞാനതിന് തയ്യാറില്ല. നേരം പുലരുമ്പോൾ നീ അതിന് തയ്യാറാവും. ഇല്ലെങ്കിൽ വൈകിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ നീ എന്നെ ജീവനോടെ കാണില്ല. റോജയിൽ ഞെട്ടലൊന്നും ഉണ്ടായില്ല. പകരം പരിഹാസത്തിൽ ആ ചുണ്ടുകൾ കോടി. വൈകുന്നേരം ഞാനിങ്ങോട്ട് വന്നില്ലെങ്കിലോ? ആംബുലൻസിൽ എൻ്റെ ശവമാണ് ഇവിടെ തിരിച്ചെത്തുക. അമ്മയ്ക്ക് മുമ്പേ ഞാനത് ചെയ്തിരിക്കും. അത് മതിയോ അമ്മയ്ക്ക്? സുഭാഷിണി സ്തംഭയായി. അടുത്ത നിമിഷം ആ അധരങ്ങൾ വിതുമ്പി. അച്ഛനില്ലാതായിട്ടും ഒരു കുറവും അറിയിക്കാതെ വളർത്തി വലുതാക്കിയതാ ഞാൻ നിന്നെ. അനുസരിക്കില്ല മോളെ നീ എന്നെ. അമ്മ എന്നോട് മരിക്കാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഒരു ചതിയൻ്റെ മുന്നിൽ തോറ്റനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സ്വന്തം ജീവിതം എങ്ങനെ നയിക്കണമെന്ന് തീരുമാനിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സ്ത്രീക്കും അഭിമാനവും ചിന്താശക്തിയും ഉണ്ടെന്ന് നാളത്തെ പുരുഷനെങ്കിലും മനസ്സിലാക്കണമേ. അല്ലെങ്കിൽ പിന്നെ സ്ത്രീജന്മം കൊണ്ട് എന്ത് മേന്മ? സുഭാഷിണി ഒന്നും ശബ്ദിച്ചില്ല. രാവിലെ മകള് ബാങ്കിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ കൈ കവർന്നറിയിച്ചു. അമ്മയോട് ക്ഷമിക്കണം മോളെ. നീ നിൻ്റെ ഇഷ്ടപ്പാടിനനുസരിച്ച് ജീവിച്ചോളൂ. അമ്മേനെ ഒന്നിനും നിർബന്ധിക്കില്ല. നല്ലത്, റോജ പുഞ്ചിരിച്ചു. പക്ഷെ ഞാനീ വീട്ടിലേക്ക് ഇനിയും ജീവനോടെ തിരിച്ചു വരണമെങ്കിൽ എൻ്റെ അമ്മയും ജീവനോടെ ഇവിടെ കാത്തിരുന്നോളാമെന്ന് എനിക്ക് വാക്ക് തരണം. വാക്ക്, സുഭാഷിണി പറഞ്ഞു. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കണത്. രാവിലെ ബാങ്കിലെത്തിയ റോജ അലോഹ ജോണിനെ കണ്ട് കലൂരെ പള്ളിയിൽ അരങ്ങേറിയ രംഗം വിശദീകരിച്ചു. ഞാൻ ആ കാറിൻ്റെ നമ്പർ സൂക്ഷിക്കുന്നുണ്ട്. ജോസാറിനോട് ആ കക്ഷിയുടെ അഡ്രസ്സ് ഒന്ന് സംഘടിപ്പിക്കാൻ പറയണം മാം. മരിച്ചുപോയ ആളിൻ്റെ ഗോസ്റ്റാണോ പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിയാനാ? അലോക ചിരിച്ചു. ഗോസ്റ്റുകൾക്ക് സഞ്ചരിക്കാൻ ഒന്നാമത് വാഹനങ്ങളുടെ ആവശ്യമില്ല. കുരിശിൻ്റെ സാന്നിധ്യമുള്ള പള്ളികളിൽ പ്രേതാത്മാക്കളെ പ്രവേശിക്കാറുമില്ല റോജ. പ്രേതമല്ലാതെന്ന് എനിക്കറിയാം. മനുവേട്ടൻ്റെ അടുത്ത ബന്ധുക്കൾ വല്ലവരുമാണെങ്കിലോ? ഏതായാലും എനിക്ക് ആ മുഖം ഒന്ന് അടുത്ത് കാണണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. ലഞ്ച് ടൈമിൽ അലോക റോജയ്ക്ക് ആ ചെറുപ്പക്കാരൻ്റെ മേൽവിലാസവും ഫോൺ നമ്പറും നൽകി. അവളതപ്പോൾ തന്നെ ഫോണിൽ നന്ദനെ അറിയിച്ചു. പേര് വിനയ്. അവൻ ചിരിച്ചു. മുഖത്തിൻ്റെ സമയം പേരിനില്ല. പക്ഷേ
മനുവിൻ്റെ സെയിം ന്യൂമറോളജി തന്നെയാണ് ഈ ഫോൺ നമ്പറിനും. ഞാൻ ഇയാളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഞാനത് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പോവുകയായിരുന്നു. എങ്കിലും റോജ കട്ട് ചെയ്തോളൂ. ഞാനിപ്പോൾ തന്നെ അയാളെ വിളിക്കാം. നമ്മൾ തേടേണ്ടത് മാലയാണെങ്കിലും മനുവിൻ്റെ മുഖമുള്ള ഒരാളെതിരെ വന്നാൽ അവഗണിക്കേണ്ട കാര്യമില്ലല്ലോ. റോജ കോൾ കട്ട് ചെയ്തതും നന്ദൻ വിനയൻ്റെ നമ്പർ അമർത്തി. ഒരു മുഴുവൻ റിങ്ങും അടിച്ചു തീർത്തിട്ടും കോൾ എടുക്കപ്പെട്ടില്ല. ഒരിക്കൽ കൂടി ശ്രമിച്ചാലോ എന്ന് ആലോചിച്ചെങ്കിലും പരിചയമില്ലാത്ത ആളായതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. ഒരു നിമിഷം കഴിഞ്ഞതും വിളിച്ച നമ്പറിൽ നിന്നും ഒരു കോൾ നന്ദൻ്റെ ഫോണിലെത്തി. രണ്ടാമത്തെ നിമിഷം തന്നെ അവൻ കോൾ എടുത്തു. ഹലോ പറഞ്ഞു. താങ്കൾ ആരാണ്? കേട്ട് പരിചയമുള്ള ഒരു സ്വരമാണ് അന്വേഷിച്ചത്. ബാങ്കിലെ സ്നേഹിതനായ അരുണിൻ്റെ പേരാണ് നന്ദൻ പറഞ്ഞത്. അരുൺ എന്തു ചെയ്യുന്നു? ബാങ്ക് ക്ലർക്കാണ്. അരുണിപ്പോൾ എന്നെ വിളിക്കാനുള്ള ആവശ്യം? താങ്കൾക്ക് എൻ്റെ ഫ്രണ്ടായ മനുവിൻ്റെ നല്ല ചായ. ആരാണ് മനു? പാവം, ഒരു വർഷം മുമ്പ് ഈ ഭൂമി വിട്ടുപോയി. ഇത്രയൊക്കെ സത്യം. പക്ഷെ താങ്കൾ സ്വന്തം പേര് മാത്രം തെറ്റിച്ചു. എൻ്റെ വിശ്വാസം നീ എൻ്റെ നന്ദുവാണെന്നാ. നേരല്ലടാ. നന്ദൻ തീർത്തും ഞെട്ടിക്കഴിഞ്ഞിരുന്നു. അധ്യായം 24. അവിശ്വസനീയമായ സന്തോഷത്താൽ അവൻ്റെ തൊണ്ടയിൽ ശബ്ദം തടഞ്ഞു. എന്താ ഒന്നും മിണ്ടാത്തത്? മറുപുറത്തു നിന്നും ചോദ്യമെത്തി. എൻ്റെ ഊഹം സത്യമല്ലേ? നീ എൻ്റെ നന്ദുവല്ലേ? എന്നിട്ടും നന്ദന് മറുപടിയൊന്നും പറയാനായില്ല. അതോടെ മറുവശത്ത് ഒരു ചെറുചിരി ഉയർന്നു. ശബ്ദം കേട്ടിട്ട് മനോജിൻ്റേതുപോലെയുണ്ട്. നന്ദൻ്റെ വാക്കുകൾ ഇടറി. പക്ഷേ എങ്ങനെ എൻ്റെ മനുവിനെ സംസാരിക്കാനാവും? ഒരു വർഷം മുമ്പ് ആലപ്പുഴയിലെ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ്റെ മൃതദേഹം ഞാൻ കണ്ടതാണ്. ആംബുലൻസിൽ കയറ്റി അത് തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ഒപ്പം വന്ന് എൻ്റെ അമ്മയുണ്ടായിരുന്നു. എന്നേക്കാൾ എൻ്റെ അമ്മയ്ക്ക് ജീവനായിരുന്നു മനുവിനെ. അതുകൊണ്ട് അമ്മ ഏതാണ്ട് മൃതപ്രായയായിരുന്നു. അമ്മയും കൊണ്ട് ഒറ്റപ്പാലത്തിന് മടങ്ങേണ്ടി വന്നിരുന്നതിനാൽ മനുവിൻ്റെ ഫ്യൂണറലിന് എനിക്ക് പങ്കുകൊള്ളാനായില്ല. മനു പോയതോടെ മാലയ്ക്ക് ഭ്രാന്തായി. പിന്നെ അവളുടെ ചികിത്സയ്ക്കായി റോജയുടെ പിന്നാലെയായിരുന്നു ഞാൻ. എന്തെങ്കിലും ഒരു മറുപടിക്കായി അവൻ കാത്തു. എന്നാൽ ഇപ്പോൾ മറുവശം നിശബ്ദമായിരുന്നു. മനുവിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കാനോ ആ വീട്ടിലൊന്ന് പോവാനോ എനിക്ക് നേരം കിട്ടിയില്ല. കനലിലൂടെയായിരുന്നു എൻ്റെയും റോജയുടെയും തുറന്നുള്ള യാത്ര. മാലയെ അന്വേഷിച്ച് മനുവിൻ്റെ ചിറ്റപ്പനും ചെറിയമ്മയൊക്കെ വന്നിരുന്നു എന്ന് കേട്ടു. കുറച്ച് ബന്ധുക്കളല്ലാതെ ആ വീട്ടിൽ മറ്റാരും അവശേഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് മനുവിൻ്റെ ഓർമ്മ പോലും ഞങ്ങൾക്ക് വേദനയായിരുന്നു. യെസ്, നിശ്വാസം പോലെ ഒരു മറുപടി നന്ദൻ്റെ കാതിലെത്തി. ഇന്ന് കലൂരെ പുണ്യാളൻ്റെ പള്ളിക്ക് മുന്നിലെ റോജ മനുവിനെ പോലെ ഇരിക്കുന്ന ഒരാളെ കണ്ടു. അതവൾക്ക് വലിയ അത്ഭുതമായി. അവൾ അയാൾ കയറിയ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് വിനയ് എന്ന പേരും ഈ ഫോൺ നമ്പറും കിട്ടിയത്. വിളിച്ചപ്പോൾ എടുത്തില്ല. പക്ഷെ താങ്കൾ തിരിച്ചു വിളിച്ചു. നന്ദി. താങ്കൾ ഊഹിച്ചതുപോലെ ഞാൻ അരുണല്ല. എൻ്റെ പേര് നന്ദകിഷോറാണ്. അടുപ്പമുള്ളവർ നന്ദനെന്നും നന്ദു എന്നൊക്കെ വിളിക്കും. എന്നാൽ താങ്കളും എൻ്റെ മരിച്ചുപോയ ഉറ്റച്ചങ്ങാതി മനുവുമായുള്ള സാമ്യത്തേക്കാൾ ഇപ്പോൾ എന്നെ അതിശയിപ്പിക്കണത് എന്നോട് ഇപ്പോൾ നീ എൻ്റെ നന്ദുവല്ലേ എന്ന് ചോദിച്ച ചോദ്യമാണ്. അതേ വിനയ്, ഞാൻ നന്ദുവാണ്. പക്ഷെ താങ്കൾ ആരാണ്? വിനയ് ചിരിയോടെയാണ് മറുപടി. ആലപ്പുഴയിലെ ദേവഗംഗ എന്ന വീട്ടിൽ ദേവകി ടീച്ചറുടെ തന്തയ്ക്ക് പിറക്കാത്ത മകൻ. ആ അവസാന പ്രയോഗം നന്ദനെ ശരിക്കും ഞെട്ടിച്ചു. അതൊക്കെ പോട്ടെ നന്ദു, വിനയ് തുടർന്നു. അതൊന്നും ഓർക്കാൻ ഒട്ടും സുഖമില്ലാത്ത കാര്യങ്ങളാണ്. സത്യത്തിൽ എൻ്റെ മനസ്സൊരു ശവപ്പറമ്പ. നമുക്കത് വിടാം. നിൻ്റെയും റോജയുടെയും കല്യാണം കഴിഞ്ഞോ? അതറിയാനാ എനിക്ക് തിടുക്കം. ഇല്ല. നന്ദൻ്റെ ശബ്ദം പതറി. അതെന്താ? നിങ്ങളെപ്പോലെ പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. റോജയുടെ വിവാഹം കഴിഞ്ഞു വിനയ്. അവൾ കാശ്യപ് മഹാദേവൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഭാര്യയാണ്. ഫൂൾ. വിനയിൻ്റെ സ്വരം മുറുകി. നീ അവളെ മറ്റൊരുത്തിന് വിട്ടുകൊടുത്തോ തെണ്ടി? പെട്ടെന്ന് ആ കോള് കട്ടായി. നന്ദൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഫോൺ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അവനെല്ലാം റോജയെ അറിയിച്ചു. അത് മനുവേട്ടൻ തന്നെയാണ് നന്ദേട്ട. അതെങ്ങനെയാവും റോജ? നമ്മൾ ആ മൃതദേഹം കണ്ടതല്ലേ? മരിച്ച ആളുടെ നാസദ്വാരങ്ങളിൽ കോട്ടം കൊണ്ട് അടച്ചു. പിന്നെ എങ്ങനെ അവന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയും? ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോയത് തൃപ്പൂണിത്തുറയിലെ തറവാട്ടു വീട്ടിലേക്കായിരുന്നു. മൃതദേഹം അവിടെ എത്തും മുമ്പേ ചിതയൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. കത്തിച്ചാമ്പലായ ദേഹത്തു നിന്നും ഒരു പുനർജീവനം ഉണ്ടാവുമോ? ഒക്കെ ശരിയാണ്. പക്ഷേ
എന്താ പക്ഷേ? വീട് വിട്ടുപോയ ശേഷം മാല കുറേ നാളത്തേക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്. അപ്പോഴുള്ള ഫോൺ സംഭാഷണങ്ങളിൽ എപ്പോഴോ അവൾ മനുവേട്ടനെക്കുറിച്ച് പറഞ്ഞതായ ഒരു ഓർമ്മ വരണം. മനുവിനെക്കുറിച്ചോ? എന്ത്? നന്ദന് ജിജ്ഞാസുവായി. മനുവേട്ടൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നതെന്നോ മറ്റോ. മനുവേട്ടനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരാൾ കൂടി ഇവിടെ അടുത്തൊരിടത്തുണ്ടെന്ന് നമുക്കിപ്പോൾ ബോധ്യമാവുകയും ചെയ്തില്ലേ. അതുകൊണ്ട് മാല എങ്ങാൻ ഈ വിനയ് എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെങ്ങാനും ആയിരിക്കുമോ അവളുടെ താമസം? ശുദ്ധ അബദ്ധം, ഒരു ലോജിക്കും ഇല്ലാത്ത ഊഹം. ആയിരിക്കാം മനുവേട്ടനെക്കുറിച്ച് മാല പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും പഴയ ആ മനോവിഭ്രാന്തി ആരംഭിച്ചിരിക്കുമോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മാല അയാളുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്കത് തുറന്നു പറഞ്ഞൂടെ? നിന്നെയും എന്നെയും ഒക്കെ അറിയാവുന്ന മട്ടിലായിരുന്നു കക്ഷിയുടെ സംസാരം. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചതും എന്നോട് വഴക്കിട്ട് ഫോൺ കട്ട് ചെയ്തതുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്നെയും നിന്നെയൊക്കെ ഇത്രമാത്രം അറിയണമെങ്കിൽ അയാൾ ആരായിരിക്കണം? അത് മരിച്ചുപോയ മനുവേട്ടൻ പുനർജനിച്ച് തിരിച്ചു വന്നതാണെന്നും നന്ദേട്ടൻ വിശ്വസിക്കണ്ട. ഇവിടെയാണ് എനിക്ക് മറ്റൊരു ഊഹം തോന്നുന്നത്. മാല ഇയാളുടെ കസ്റ്റഡിയിലുണ്ടോ എന്ന്. വലിയ രൂപസാമ്യമൊന്നും ഇല്ലാത്തവരെ കണ്ടാലും മാലയ്ക്ക് അത് മനുവേട്ടനാണെന്ന് തോന്നിയിരുന്നില്ലേ? ആ സ്ഥിതിക്ക് ഇത്രയും മുഖസാമ്യമുള്ള ഒരാളെ കണ്ട അവൾ ആ പുറകെ പോകുന്നത് ഉറപ്പല്ലേ? അങ്ങനെ അവളിൽ നിന്നാവാം അയാൾ നമ്മളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന സമയത്ത് മാല ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ പഴയ ഫോൺ അവൾ കടലിൽ എറിഞ്ഞു എന്ന്. കടലിനരികിലാണ് അവളുടെ താമസമെങ്കിൽ അത് കൊച്ചിതാ തന്നെ ആവണമെന്ന് ഞാൻ കരുതി. വിനയ് എന്ന ആളിൻ്റെ വീട് ആലപ്പുഴയിലാണെങ്കിൽ അവിടെയും കടലുണ്ടാവുമല്ലോ നന്ദേട്ടാ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ സമ്മതിച്ചു. അങ്ങനെ ഒരു സംസാരമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയണില്ല. എങ്കിലും നമുക്ക് അയാളുടെ ആലപ്പുഴയിലൂടെ വീട് വരെ ഒന്ന് പോയാലോ? അങ്ങനെ ചാടിക്കയറി പോയിട്ട് കാര്യമുണ്ടോ? മനുവിൻ്റെ മുഖമുണ്ടെങ്കിലും മനുവിനെ പോലെ അയാൾ സത്യസന്ധനാണെങ്കിൽ മാല അവിടെയുണ്ടെന്ന് സമ്മതിക്കുമായിരുന്നല്ലോ. അങ്ങനെയല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ചെല്ലുമ്പോൾ അയാൾ അവളെ കാണിച്ചു തരണമെന്നില്ല. അതുമാത്രമല്ല, മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിച്ച് നമ്മളിൽ നിന്നും അവളെ ഒളിപ്പിക്കാനുള്ള സാധ്യതയും അധികമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് നന്ദേട്ടാ ഇനി ചെയ്യേണ്ടത്? മനുവുമായി ഇത്രമാത്രം രൂപസാമ്യവും മുഖസാമ്യവും ഉള്ള ഒരാൾ ഈ അടുത്ത ജില്ലയിലുണ്ടെങ്കിൽ അത് മനുവിൻ്റെ കൊച്ചച്ഛനോ ബന്ധുക്കളോ ഒക്കെ അറിയാൻ സാധ്യതയുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഈ വിനയ് മനുവിൻ്റെ അടുത്ത ബന്ധുവോ മറ്റാരെങ്കിലും ആണെങ്കിൽ ആ കാര്യവും മനുവിൻ്റെ ബന്ധുക്കളെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കേട്ടറിഞ്ഞിടത്തോളം മനുവിൻ്റെ ബന്ധുക്കൾ നല്ല ആളുകളാണ്. അവരിൽ നിന്നും നമുക്കൊരു ചതിയും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും നമുക്ക് ആ വഴിക്ക് നീങ്ങാൻ നന്ദേട്ടാ. വൈകുന്നേരം നന്ദേട്ടനെ എനിക്കൊന്ന് കാണണം. തന്നെ പിക്ക് ചെയ്യാൻ ഞാൻ ബാങ്കിൽ വരാൻ റോജ. പക്ഷേ ഇന്ന് നമുക്ക് തൃപ്പൂണിത്തുറയ്ക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അത്ര അടുപ്പമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ രാത്രി ചെന്ന് കയറുന്നതും ശരിയല്ല, പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച്. കാശി പറഞ്ഞാൽ അത് മോശമാണ്. കാശിവേട്ടൻ അറിയില്ല നന്ദേട്ടാ, അദ്ദേഹം സ്വന്തം ഫ്ലാറ്റിലാണ്, ഞാനിപ്പോൾ അമ്മയോടൊപ്പം ഞങ്ങളുടെ വീട്ടിലും. അതെന്താ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയണേ? നന്ദന് ഉത്കണ്ഠയായി. അത് 2 ദിവസമായിട്ടേ ഉള്ളൂ നന്ദേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോന്നിട്ട്. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഞാൻ ഫ്ലാറ്റിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അതിനകം മാലയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയുമെന്ന് വെച്ചാൽ. മാലയെ സംബന്ധിച്ച കാര്യങ്ങൾ നീ കാശിപ്പിൽ നിന്നും ഒളിച്ചത് ശരിയായില്ല റോജ. എല്ലാം തുറന്നു പറയണതായിരുന്നു നല്ലത്. കാശിവേട്ടൻ അറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് ഓർത്താ നന്ദേട്ടാ. കാശിവേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിലേ ഇത്തിരി യാഥാസ്ഥിതിക്കാം. വല്ലതും സംശയം തോന്നി ആകെ പ്രശ്നമാവും. അമ്മയെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഭർത്താവിനും ഭാര്യയ്ക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടാവുന്നത് ശരിയല്ല. നാളെ കഴിഞ്ഞാൽ ഞായറാഴ്ചയല്ലേ, നമുക്കന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണത് എവിടെയെങ്കിലും വെച്ച് അയാൾ കണ്ട എന്ത് വിചാരിക്കും? റോജയ്ക്കാണെങ്കിൽ നമ്മുടെ പഴയ ബന്ധമെല്ലാം തുറന്നു പറയുകയും ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞില്ല നന്ദേട്ടാ, കാശുവേട്ടൻ അത്ര ഒരു മൈൻഡുള്ള ആളൊന്നല്ല. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ന്യായമായ കാരണം കാണുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ കഴിയും. അങ്ങനെയെങ്കിലും ഓക്കെ, ഞാൻ വൈകിട്ട് ബാങ്കിൽ വരാം. അവൻ കോൾ അവസാനിപ്പിച്ചു. റോജ ബാങ്കിൽ നിന്ന് ഇറങ്ങി അല്പം കാത്തു നിന്ന ശേഷമാണ് നന്ദകിഷോർ കാറിലെത്തിയത്. അവൻ ഡോർ തുറന്നു കൊടുത്തതും അവൾ ഫ്രണ്ടിൽ തന്നെ കയറി. എന്താ റോജ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും നേരിൽ സംസാരിക്കാൻ? ഒന്നുമില്ല നന്ദേട്ടാ, വെറുതെ കാണാൻ മാത്രമാണ് കാണണമെന്ന് പറഞ്ഞത്. നന്ദൻ അത്ഭുതത്തിൽ റോജയെ നോക്കി. അവിവാഹിതയായിരുന്ന കാലത്തേക്കാൾ അവളിപ്പോൾ സ്വാതന്ത്ര്യം കാട്ടുന്നുണ്ടോ എന്ന് അവന് സംശയമായി.
മനഃപൂർവ്വമാണ് ഞാനിന്ന് എൻ്റെ വണ്ടി എടുക്കാത്തത്. റോജ പുഞ്ചിരിച്ചു. വൈകുന്നേരം നന്ദേട്ടനെ വിളിച്ചു വരുത്തി ഈ ഒപ്പം യാത്ര ചെയ്യാൻ. അന്ന് AC ഓഫ് ചെയ്തിട്ട് ഗ്ലാസുകൾ താഴ്ത്തി വെച്ച് നമ്മൾ സന്ധ്യയുടെ തണുത്ത കാറ്റേറ്റ് യാത്ര ചെയ്തത് ഓർമ്മയില്ലേ? എനിക്ക് ആ യാത്ര മരണം വരെ മറക്കാനാവില്ല. നന്ദൻ്റെ മുഖമിരുട്ടു. ഞാൻ വിചാരിച്ചത് നീ എന്തെങ്കിലും സീരിയസ് ആയി സംസാരിക്കാനുണ്ടാവുമെന്നാ. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതെന്താ? അവൾ ചിരിയോടെ അവനെ നോക്കി. റോജ മറ്റൊരാളുടെ ഭാര്യ. നിനക്ക് ആ കരുതലില്ലെങ്കിലും എനിക്കതുണ്ട്. കാശപ്പ് ബ്രോഡ് മൈൻഡ് ആവാം, പക്ഷേ പൊതുജനത്തെ ഓർക്കണ്ടേ? പ്രത്യേകിച്ച് നമ്മുടെ സഹപ്രവർത്തകരെ. ഞാനാണെങ്കിൽ ഈ മാസം തന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവുക. പൊതുജനത്തെ അല്ല നന്ദേട്ടൻ ഭയപ്പെടുന്നതെന്ന് എനിക്കറിയാം. ആമിയാണ് നന്ദേട്ടൻ്റെ ഭാര്യ. അതെ, അതും നേരാ. അവർ പക്ഷെ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ. വരണ്ട. ഇവിടെ നടക്കുന്നതൊക്കെ അവളുടെ കാതിൽ ചിലപ്പോൾ എത്തിയേക്കാം. ആമിയും അത്ര സങ്കുചിത മനസ്കയല്ല. എന്ന് വെച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെ പരീക്ഷിക്കാൻ പാടില്ല. നന്ദേട്ടൻ്റെ പക്ഷം ശരിയാ. സമ്മതിച്ച് റോജ എതിർവശത്തെ ഇടവഴിയിലേക്ക് കൈ ചൂണ്ടി. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അതുവഴി പോകാം. എന്തിനാ അത്? നിൻ്റെ വീട്ടിലേക്ക് അത് ഷോർട്ട് കട്ടൊന്നുമല്ലല്ലോ. അപ്പുറം കടന്നാൽ നമ്മൾ പിന്നെയും കുറേ ദൂരം പോകണ്ടേ? വേണം. പക്ഷെ ആ ഇടവഴിയിലാണ് എൻ്റെ കാശുവേട്ടൻ്റെ ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ നിന്നും ഇറങ്ങിയോ എന്നറിയാനാ. കാശുവിൻ്റെ ഓഫീസിൽ കയറേണ്ടി വരുമോ? അത് വേണ്ട. പാർക്കിംഗ് പ്ലേസിൽ ആ വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ കഴിയും. അനുസരണയോടെ നന്ദൻ റോഡ് ക്രോസ് ചെയ്ത് വണ്ടി ഇടവഴിയിലേക്ക് കടത്തി. പാർക്കിംഗ് പ്ലേസിൽ വണ്ടി ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടു അവൻ അവളോട് പറഞ്ഞു. എനിക്ക് ആ വണ്ടി കണ്ടാൽ അറിയില്ല. പാർക്കിംഗ് പ്ലേസിൽ ആ വണ്ടി ഉണ്ടായിരുന്നിട്ടും റോജ കളവ് പറഞ്ഞു. ഓ, ഇന്ന് കാശുവേട്ടൻ നേരത്തെ പോയിന്ന് തോന്നണം. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. അദ്ദേഹം എന്നെ വീട്ടിലെത്തിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് മടങ്ങുമായിരുന്നു. അമ്മ തനിച്ചായതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കണതേ. കാശുവേട്ടനാണെങ്കിൽ അതിൽ വിരോധമില്ല താനും. പിന്നെ അവൾ പുതുതായി ഓപ്പൺ ചെയ്ത ഷോപ്പിംഗ് മാളിലേക്ക് കഴിഞ്ഞുകൊണ്ടി. നമുക്ക് അവിടെ ഒന്ന് കയറാൻ നന്ദേട്ടാ. ഓപ്പൺ ചെയ്ത അന്ന് മുതൽ വിചാരിക്കണതാ ഇവിടെ ഒന്ന് കയറണമെന്ന്. രാത്രി തനിച്ചെങ്ങനെയാണ് കയറണത്? കാശുവേട്ടനാണെങ്കിൽ തിരക്കോട് തിരക്കും. മനസ്സിലാ മനസ്സോടെയാണ് നന്ദന് വണ്ടി നിർത്തിയത്. അവൻ്റെ മനസ്സ് റോജയ്ക്ക് അറിയാമായിരുന്നു. വിവാഹിതയായ തനിക്ക് ചീത്തപ്പേരൊന്നും വീഴരുതെന്ന് മാത്രമാണ് നന്ദേട്ടൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് പക്ഷേ വാശിയായിരുന്നു. വിവാഹമോചനം അനുവദിച്ചു തരാത്ത ഭർത്താവിൻ്റെ കൺമുന്നിലൂടെ പഴയ സ്നേഹിതനൊപ്പം ചുറ്റണമെന്ന്. ആമിയെയും അമ്മയെയും നന്ദേട്ടൻ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് സാധിച്ചെടുക്കാൻ. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാനും പാടില്ല. എന്നാൽ എത്രയും പെട്ടെന്ന് കാശിഫ് എന്ന ഫ്രോഡിൽ നിന്നും തൻ്റെ ജീവിതം മുഴുവൻ സ്വതന്ത്രമാക്കിയെടുക്കണം. ഓഫീസിൽ നിന്നും മടങ്ങും വഴിയാണ് ആ ചതിയൻ ഈ മാളിലെത്തി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നത്. എങ്ങനെയായാലും ഇന്നൊരു കൂടിക്കാഴ്ച നടക്കുക തന്നെ ചെയ്യും. കുറേ സമയമെടുത്ത് റോജ വാങ്ങിയത് 2 പാക്കറ്റ് ടോയ്ലറ്റ് സോപ്പും ഒരു ടിൻ പൗഡറും മാത്രമാണ്. അതുമായി അവൾ നന്ദൻ്റെ ഒപ്പം ലിഫ്റ്റ് ഇറങ്ങി വന്നപ്പോൾ മാളിൻ്റെ പാർക്കിംഗ് പ്ലേസിലേക്ക് കാശിഫിൻ്റെ പുതിയ കാർ എത്തിക്കഴിഞ്ഞിരുന്നു. റോജ ആവുന്നത്ര നന്ദേട്ടനോട് മുട്ടിയുരുമാൻ ശ്രമിച്ചു. അവൻ്റെ മുഖത്തും അതിൻ്റെ ഒരു അമ്പരപ്പ് പ്രകടമായി. പാർക്കിംഗ് പ്ലേസിൽ നിന്നും പുറത്തു വന്ന കാശിഫ് മറ്റൊരു യുവാവിനൊപ്പം ഭാര്യയെ കണ്ട് സ്തംഭനായി നിൽക്കുന്നത് അവൾ കാണാത്ത മട്ടും നടിച്ചു. പാർക്ക് ചെയ്തിരുന്ന നന്ദകിഷോറിൻ്റെ കാറിന് നേർക്കാണ് അവർ നടന്നത്. ഡോർ ഓപ്പൺ ചെയ്തത് നന്ദനാണ്. ആദ്യം കാറിൽ കടന്നിരുന്നതും. എന്നിട്ട് റോജയ്ക്കായി വാതിൽ തുറന്നു കൊടുത്തു. അവൾ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴാണ് കാശിഫ് പാഞ്ഞു വന്ന് ആ കയ്യിൽ കടന്നു പിടിച്ചത്. അങ്ങനെ ഒരു രംഗം റോജയുടെ ചാർട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ സംശയിച്ച് മൊബൈലിൽ ആ രംഗം പകർത്തി വിവാഹമോചനത്തിനായുള്ള രേഖയായി അയാൾ കോടതിയിൽ എത്തിക്കുമെന്നായിരുന്നു അവൾ സങ്കല്പിച്ചത്. കയ്യിൽ നിന്ന് വിട്. റോജ കൈ കുടഞ്ഞു. അന്യനായ ആരോ ആണെന്ന വിചാരത്തിൽ ഡോർ തുറന്ന് നന്ദനും കാറിൽ നിന്നിറങ്ങി. ഇതെന്താ അക്രമമാണ് മിസ്റ്റർ? ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വിടറോ. ഇവൾ നിന്റെ ഭാര്യയാണോ? കാശിഫ് നന്ദനോട് ചോദിച്ചു. രാത്രി ഇവളോടൊപ്പം കറങ്ങാനും കാറിൽ ഷോപ്പിങ്ങിന് കൊണ്ടുവരാനും? നന്ദൻ ഒന്ന് പകച്ചു. ഇവൾ തൻ്റെ ഭാര്യയാണോ? പൊതുസ്ഥലത്ത് വെച്ച് കയ്യിൽ കടന്നു പിടിക്കാൻ? അതെ, കാശിഫ് പറഞ്ഞു. ഇവൾ എൻ്റെ ഭാര്യ. ഇവളുടെ ഭർത്താവാണ് ഞാൻ. ചോദിച്ചു നോക്കൂ ഇവളോട്. ഇവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ വീഡിയോ CD ഉണ്ട് എൻ്റെ കാറിനകത്ത്. കാണിച്ചു തരാം ഞാൻ. നന്ദൻ അമ്പരപ്പിൽ റോജയെ നോക്കി.
ഒരു നിമിഷാർദ്ധത്തേക്കായാലും അവളൊന്ന് പതറിയത് അവൻ കണ്ടു. എന്താ റോജ? നന്ദൻ തിരക്കി. ഇയാൾ പറയണത് നേരാണോ? അതെ, അവൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാളൊരു ചതിയനാണ്, കള്ളനാണ്. മുമ്പൊരു വിവാഹം ചെയ്ത കാര്യം ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ ദുഷ്ടൻ എന്നെ വിവാഹ തട്ടിപ്പിൽപ്പെടുത്തിയത്. അധ്യായം 26. റോജയോട് ആദ്യമായി നന്ദന് ദേഷ്യം തോന്നി. അവളെ ഉപേക്ഷിച്ച് ഒറ്റപ്പാലത്തിന് പോകുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവളായിരുന്നു. എന്നിട്ടും അവളെ വേർപിരിയേണ്ടി വന്നത് വിധിയുടെ നിശ്ചയം മൂലമായിരുന്നു. എന്നാൽ റോജ പറയുന്നതൊന്നും ഇപ്പോൾ അവന് വിശ്വാസമാവുന്നില്ല. അത്രമാത്രം വ്യക്തി ആരാധന നൽകിക്കൊണ്ടാണ് അവൾ ഭർത്താവായ കാശിവിനെ തൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒടുവിൽ ഇപ്പോൾ പറയുന്നതോ? എന്താ റോജ ഇത്? നന്ദൻ ചോദിച്ചു. നമ്മുടെ ബന്ധം എത്ര നിഷ്കളങ്കമായാലും കാശിവിൻ്റെ മുന്നിൽ ഇപ്പോൾ വെറും നമ്മൾ കുറ്റക്കാർ തന്നെയാണ്. അതിനെ മറികടക്കാൻ എന്തിനാ വെറുതെ പാവം ഈ മനുഷ്യൻ്റെ മേൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്? സൂക്ഷിക്കണമെന്ന് ഞാൻ പലവട്ടം ഓർമ്മപ്പെടുത്തിയതല്ലേ? കേൾക്കാഞ്ഞത് തൻ്റെ കുറ്റമല്ലേ? അല്ല നന്ദേട്ടാ, ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഞാൻ ഈ മനുഷ്യൻ്റെ മേൽ ആരോപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞൊക്കെ സത്യ. എങ്കിൽ പിന്നെ ഇതൊന്നും നീ എന്തേ നേരത്തെ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? കാശിവേട്ടൻ അങ്ങനെയുള്ള മൈൻഡൊന്നും അല്ലെന്നല്ലേ നീ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്നത്? അസമയങ്ങളിൽ ഭാര്യ ഒരു അന്യപുരുഷൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നത് ഒരു ഭർത്താവിനും സഹിക്കാനാവില്ല. റോജ, ഇറ്റ്സ് എ ട്രൂത്ത്. മനഃപൂർവ്വം ഇയാളെ കാണിക്കാൻ വേണ്ടിയാണ് നന്ദേട്ടാ ഞാൻ നന്ദേട്ടനെ വിളിച്ചുകൊണ്ട് ഈ വഴി വന്നത്. ആ ഷോപ്പിൽ കയറിയത് പോലും ഈ സമയത്ത് ഇയാൾ ഇതുവഴി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നെ ഈ അസമയത്ത് ഒരു അന്യപുരുഷൻ്റെ ഒപ്പം കണ്ട് ഇയാൾ ഡിവോഴ്സിന് ശ്രമിക്കാൻ വേണ്ടി. എനിക്ക് അങ്ങനെയെങ്കിലും ഈ ഫ്രോഡിൽ നിന്നൊന്നും രക്ഷപ്പെട്ടാൽ മതി. അസഹ്യതയിൽ റോജ കൈത്തലം നെറുകയിൽ കമത്തി വെച്ചു. നന്ദന് അത്ഭുതമായി. നേരിയ സംശയം. ആ കണ്ണുകൾ കാശിഫിലായിരുന്നു. കാശിഫിൻ്റെ മുഖത്ത് കള്ളത്തരത്തിൻ്റെ നേരിയ പതർച്ച അവൻ കണ്ടു. മുൻപൊരു വിവാഹം കഴിച്ച് ഡിവോഴ്സായ കാര്യം ഒളിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചത് ക്ഷമിക്കാൻ പോലും ഞാൻ സന്നദ്ധയാണ്. അവൾ തുടർന്നു. ഇയാളും അമ്മയും ചേർന്ന് പൂനെയിലൂടെ ആദ്യ ഭാര്യ ഇവളുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങി വരണമെന്ന് ഒരു കള്ളം ചമച്ചുണ്ടാക്കി എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക ഇപ്പോൾ. എന്നിട്ട് ആള് സ്ഥലത്തില്ലെന്ന വ്യാജേന കൈവശമുള്ള 3 മൊബൈൽ ഫോണുകളും ഓഫ് ചെയ്ത് വെച്ചു. തുടർന്ന് ഇയാളുടെ മമ്മയെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഏക ആശ്രയമായ ആ വീടും സ്ഥലവും വിൽപ്പിച്ച് ഇയാളുടെ പേരിൽ വില്ല വാങ്ങിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് താമസിച്ചാലും ഇതുപോലൊരു ചതിയിന് വേണ്ടി കൈവശമുള്ളതെല്ലാം വിറ്റു തുലയ്ക്കാൻ ഞാൻ തയ്യാറില്ല. റോജ പറയണതിൽ എന്തെങ്കിലും സത്യം? നന്ദൻ കാശുവിനോട് ചോദിച്ചു. ശുദ്ധ കള്ളം, അവൻ പറഞ്ഞു. ഇവൾക്ക് നിങ്ങളെപ്പോലുള്ളവരുമായി തോന്നിയ വണ്ണം ജീവിക്കണം. അതിനായിട്ട് എന്നെ കുറ്റക്കാരനാക്കണത്. നോക്ക്. റോജയുടെ നേർക്ക് ആ നോട്ടം തിരിഞ്ഞു. പോലീസിനെ വിളിച്ച് നിന്നെ ഇല്ലീഗൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യിക്കാനാവും എനിക്ക്. നിയമപരമായെങ്കിലും നിൻ്റെ ഭർത്താവാണ് ഞാൻ. എൻ്റെ വാക്ക് തള്ളിക്കളയില്ല. അങ്ങനെയെങ്കിൽ ഒരു സഹായം എനിക്കും ചെയ്തതാ എൻ്റെ ഭർത്താവേ. അവൾ കൈകൂപ്പി. ലീഗലായാലും ഇല്ലീഗലായാലും എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാഫിക്കും ഇതുവരെ നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കെങ്കിലും ബോധ്യമുണ്ടല്ലോ. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ പരിശോധിക്കുന്നവർക്കും അത് വ്യക്തമാകും. നന്ദൻ്റെ വഴികൾ വീണ്ടും കാശിപ്പിലായി. ഉത്തരം മുട്ടി നിൽക്കുകയാണ് അവൻ. നന്ദനിൽ അത് അത്ഭുതവും സന്തോഷവും കലർന്ന ഒരു നടക്കമുണ്ടാക്കി. നടന്നതെല്ലാം ഞാൻ ക്ഷമിച്ചു. കാശിപ്പിന് പിന്നെയും ജീവൻ വെച്ചു. നീ വന്ന് വണ്ടിയിൽ കയറി, നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാം. മമ്മി ഇപ്പോൾ 2 വട്ടമായി ഫോണിലേക്ക് മിസ്ഡ് ഇടുന്നു. ഞാൻ ഡ്രൈവിങ്ങിലാണെന്ന് കരുതിയാവും വിളിക്കാത്തത്. വരൂ പോകാം. ഇനിയും നിങ്ങളുടെ കൂടെ ഞാൻ വരാനോ? റോജ ചിരിച്ചു. അത്ര വിഡ്ഢിയാണ് ഞാനെന്ന് കാശിവട്ടൻ്റെ വിചാരം? ഏതായാലും മമ്മയും മോനും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നിട്ട് ആ ഫ്ലാറ്റിൽ വെച്ച് എന്ത് അഭിനയമായിരുന്നു. മതിയായി എനിക്ക് നാടകം. പിന്നെ അവൾ നന്ദനോട് ചോദിച്ചു. നന്ദേട്ടാ, എന്നൊന്ന് എൻ്റെ വീട്ടിലെത്തിക്കോ? അതോ ഇയാൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ള ഭയമുണ്ടോ? നമുക്ക് അത്യാവശ്യം പോലീസ് ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ റോജ. കാശുവിനെ നോക്കി കൈവീശിയിട്ട് അവൻ ചെന്ന് കാറിൽ കയറി. ഒപ്പം റോജയും. കാശുവിൻ്റെ പ്രതികരണം പിന്നീട് അവർ ശ്രദ്ധിച്ചതേയില്ല. എന്തിനായിരുന്നു റോജ നിന്റെ ദാമ്പത്യത്തെ ഇങ്ങനെ വെള്ളപൂശി നീ ആദർശവൽക്കരിച്ചത്? അവളുടെ വീട് അടുക്കാറായപ്പോൾ നന്ദൻ തിരക്കി. മനഃപൂർവ്വമായിരുന്നു നന്ദേട്ട. എൻ്റെ തകർച്ച നന്ദേട്ടൻ അറിയേണ്ടെന്ന് കരുതി തന്നെയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നറിഞ്ഞാൽ നന്ദേട്ടനത് വലിയ സങ്കടമാവില്ലേ? നന്ദേട്ടൻ്റെ ജീവിതത്തെയും അത് ബാധിക്കില്ലേ? എന്നിട്ടിപ്പോൾ നീ ആരുടെ മുന്നിൽ ഈ നാടകം കളിച്ചത്? എല്ലാം ഇപ്പം അറിഞ്ഞില്ലേ ഞാൻ? ഇയാൾ ഇങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.
നീചനാണെങ്കിലും ഒരസൽ പകൽമാന്യനായ എനിക്ക് തോന്നിയിരുന്നത്. എന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഈ സമയത്ത് കണ്ട ഉടനടി അയാൾ ഒരു വിവാഹമോചനത്തിന് ഒരുങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എങ്ങനെയും അയാളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ നാടകം കളിച്ചത്. അയാളോട് സൗമ്യമായി നിനക്ക് വിവാഹമോചനം ആവശ്യപ്പെട്ടുവിട്ടായിരുന്നല്ലോ. ആവശ്യപ്പെട്ടത് നന്ദേട്ട. ഒരിക്കലും അയാൾ അതിന് തയ്യാറില്ലായിരുന്നു. അയാൾ ഞാൻ എന്തായാലും എങ്ങനെയായാലും പ്രശ്നമില്ല, മാല സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് ടൗണിലെ ആ 10 സെൻറ്റിൻ്റെ ഏക അവകാശിയായ അയാൾ എന്നെ കാണുന്നത്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതും കൊമേഴ്ഷ്യൽ ഏരിയയിൽ 10 സെൻറ്റ്. അതിൻ്റെ മൂല്യമായ കോടികൾക്ക് വേണ്ടി അയാൾ എന്നെ എങ്ങനെയും സഹിക്കും എന്ന് വിചാരിക്കണ്ട. അതിനുവേണ്ടി നിന്നെ അയാൾ കൊന്നുകളഞ്ഞാലോ? നീ ഇല്ലാതായാലും ആ 10 സെൻറ്റ് അയാളുടേതാവില്ലേ? എപ്പോഴും ബാങ്കിൽ നിന്ന് മടങ്ങുന്ന സന്ധ്യാനേരത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും നിന്നെ അയാൾക്ക് പണമാക്കി മാറ്റാനാവും. ഇതുപോലൊരു ടൗണിലെ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെനിക്കറിയാം നന്ദേട്ടാ. അതുകൊണ്ടാണ് എങ്ങനെയാ മൃഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കണത്. അതിനായാ ഇത്രയും വേഗം ഞാൻ ഇങ്ങനെ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തത്. അത് നിഷ്ഫലമായി പോയെന്ന് മാത്രം. ആമിയും അമ്മയും ഒറ്റപ്പാലത്തുനിന്ന് ഇവിടേക്ക് എത്തിയ പിന്നെ എനിക്ക് നന്ദേട്ടനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാനാവില്ലല്ലോ. നന്ദനൊന്നും വിശ്വസിച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നന്ദേട്ടൻ ഞാനൊരു ഒഴിയാബാധയായില്ലേ? റോജ സങ്കടത്തിൽ അവനെ നോക്കി. എനിക്ക് നല്ല വിഷമമുണ്ട് നന്ദേട്ട. എൻ്റെ മാലയ്ക്ക് മനുവേട്ടൻ ആ നല്ല പ്രപ്പോസൽ കൊണ്ടുവന്നതും ആ മനുവേട്ടൻ്റെ ദുരന്തം എത്തിയതിനെ തുടർന്ന് അവൾ ഭ്രാന്തിയായപ്പോൾ ഒരു കുടുംബാംഗത്തെ പോലെ ഒപ്പം നിന്ന് തുണച്ചതും ഒന്നും എനിക്ക് മറക്കാനാവില്ല നന്ദേട്ട. മനുവിൻ്റെ പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നതോടെയല്ലേ റോജ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ അമ്മയുടെയും ജീവിതം ഇങ്ങനെ കണ്ണീരിലായത്. അതൊക്കെ വിധിയാൻ നന്ദേട്ട. നമ്മുടെ തലയിലെഴുത്ത് ആർക്കെങ്കിലും തിരുത്താനാവോ? അപ്പോഴേക്കും അവർ റോജയുടെ വീടിന് മുന്നിലെത്തിയിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി അവൾ നന്ദനോട് അപേക്ഷിച്ചു, ഇന്നെങ്കിലും ഈ വീട്ടിലൊന്ന് കയറിയിട്ട് പോയി നന്ദേട്ട. ആമിയും അമ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അവസരം കിട്ടില്ലെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം ഇവിടെ നിർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ നാളത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒമാനിൽ നിന്നൊരു കൃഷ്ണ, ഹായ്. പിന്നെ സുറുമി, ഷിജി, ബെറ്റി, വിനോദിനി, അങ്ങനെ പേര് പറയാനും പറയാത്തതുമായ കുറേ ആളുകളുണ്ട്. കുറിഞ്ഞി, എല്ലാവരോടും എൻ്റെ ഹായ് ഹായ് ഹായ്. കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും ഒത്തിരി സുഖമാണെന്ന് കരുതുന്നു. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ചെറിയ ലോഗോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷിജി ഡിസൈൻ ചെയ്താണ് ആ ലോഗോ. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ നോവൽ തീരും. പുതിയ നോവൽ റെഡിയാണ്. അപ്പം ഒത്തിരി സന്തോഷത്തോടെ എന്നെ കേൾക്കുക. വീണ്ടും നമ്മൾ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം.